പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വേദവ്യാസനാൽ വിരചിതമായ ഭഗവത്ഗീതയിലെ കർമ്മയോഗമെന്ന 3-ാമത്തെ അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകമാകുന്നു. പ്രിയമുള്ള പ്രേക്ഷകർ, ഈ ശ്ലോകം ശ്രദ്ധിക്കുക. വളരെ പ്രസിദ്ധമായ ശ്ലോകമാണിത്. ദേവാൻ ഭാവയദാനേന തേ ദേവ ഭാവയന്തു വഹ പരസ്പരം ഭാവയന്തഃ ശ്രേയപരം അവാപ്സ്യഥ. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം നാം ചർച്ച ചെയ്യുന്നു, ശ്രദ്ധിക്കുക. ദേവാൻ ഭാവയത അനേന തേ ദേവാഹ വഹ ഭാവയന്തു പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരം അവാപ്സ്യഥ. അനേന ദേവാൻ ഭാവയത തേ ദേവാഹ വഹ ഭാവയന്തു പരസ്പരം ഭാവയന്തഃ പരം ശ്രേയഃ അവാപ്സ്യഥ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. ഈ യജ്ഞം കൊണ്ട് നിങ്ങൾ ദേവന്മാരെ വർദ്ധിപ്പിച്ചാലും തിരിച്ച് ദേവന്മാർ നിങ്ങളെയും വർദ്ധിപ്പിക്കട്ടെ. ഇങ്ങനെ പരസ്പരം പോഷിപ്പിക്കുന്നവരായും വർദ്ധിപ്പിക്കുന്നവരായും ഭവിച്ചാൽ ശ്രേഷ്ഠമായ ശ്രേയസ്സിനെ പ്രാപിക്കുകയും ചെയ്യും. നമസ്തേ.